ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും വാക്കുകളാണ്. വിത്ത്, ഫ്രം, ഓൺ, ഇൻ, അറ്റ്, ഓഫ്, എബൌട്ട് ഇതുപോലുള്ള വാക്കുകളാണ്. ഈ വാക്കുകൾ അറിയുന്നില്ല എങ്കിൽ ഇംഗ്ലീഷ് ഭാഷ നമുക്ക് സംസാരിക്കാൻ കഴിയുകയില്ല. ഈ ക്ലാസ്സിൽ നാം കാണുന്നത് ഓഫ് എന്ന വാക്കിന്റെ ഉപയോഗങ്ങളും അർത്ഥങ്ങളുമാണ്. ഓഫ്, ഓഫ്. ഈ വാക്കിന്റെ ഓഫ് എന്ന വാക്കിന്റെ 3 പ്രധാന ഉപയോഗങ്ങളാണ് നമ്മൾ കാണുന്നത്. മറ്റ് ഉപയോഗങ്ങളും ഉണ്ട്. പ്രധാനപ്പെട്ട 3 ഇന്ന് കാണുന്നത്. ആദ്യത്തേത് ഇന്റെ ഉടെ എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഓഫ് എന്ന വാക്ക് ഉപയോഗിക്കും. രാജുവിന്റെ കുട, രാജുവിന്റെ കുട എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അംബ്രല്ല ഓഫ് രാജു, അംബ്രല്ല ഓഫ് രാജു. അതുപോലെ സീതയുടെ കുട, സീതയുടെ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഉടെ എന്നാണ് എഴുതിയിരിക്കുന്നത്, സീതയുടെ. ഓക്കെ, അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? അംബ്രല്ല ഓഫ് സീത. ഒട്ടുമിക്കവർക്കും ഇത് അറിയാമായിരിക്കും, എങ്കിലും നമ്മുടെ ക്ലാസിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുകയാണ്. ഓഫ് എന്ന വാക്കിന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഉപയോഗമാണ് മലയാളത്തിൽ രാജുവിന്റെ, സീതയുടെ അങ്ങനെ പറയാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഓഫ് ഉപയോഗിക്കും. നമുക്കിവിടെ ഒരു വാചകം കാണാം. ഐ വെന്റ് ടു ദ ഹൗസ്. ഈ 2 നമുക്ക് പിന്നീട് പഠിക്കാം. I went to the house of Raju. I went to the house of Raju. ഞാൻ രാജുവിന്റെ വീട്ടിൽ പോയി. ഞാൻ രാജുവിന്റെ വീട്ടിൽ, ഹൗസ് ഓഫ് രാജു, രാജുവിന്റെ വീട്ടിൽ പോയി. ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. മറ്റൊന്നുകൂടി ശ്രദ്ധിക്കുക, ഹൗസ് ഓഫ് രാജു എന്നുള്ളത് വേറെ രീതിയിൽ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. രാജുസ് ഹൗസ്. രാജു കഴിഞ്ഞിട്ട് മുകളില് അപ്പോസ്ട്രോഫി, മുകളിൽ ഇടുന്ന തോണ്ടിനെയാണ് എന്ത് പറയുക? അപ്പോസ്ട്രോഫി എന്ന് പറയുന്നത്. രാജുസ് ഹൗസ്, രാജുവിന്റെ വീട്. അത് തന്നെയാണ് ഹൗസ് ഓഫ് രാജു എന്ന് പറഞ്ഞാലും രാജുവിന്റെ വീട്. 2 രീതിയിൽ നമ്മൾ പറയുകയാണ്. ബുക്ക് ഓഫ് രാജു, രാജുവിന്റെ പുസ്തകം, അല്ലെങ്കിൽ രാജുസ് ബുക്ക്, രാജുസ് ബുക്ക്. ഈ വാചകം നോക്കാം. ഐ വെന്റ് ടു ദ ഹൗസ് ഓഫ് സീത. ഐ വെന്റ് ടു ദ ഹൗസ് ഓഫ് സീത. സീതയുടെ വീട്ടിൽ ഞാൻ പോയി. ഇവിടെ രാജുവിന്റെ വീട്ടിൽ ഞാൻ പോയി. ഇന്റെ ഉടെ അത് നമുക്ക് കിട്ടുന്നത് ഓഫ് വെച്ചാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് സീതാസ് ഹൗസ് എന്നും പറയാം. ഇതേ അർത്ഥം തന്നെയാണ്. സീതാസ് ഹൗസ്, സീതയുടെ വീട്. സീതാസ് ബുക്ക്, സീതയുടെ പുസ്തകം, അല്ലെങ്കിൽ ബുക്ക് ഓഫ് സീത. 2 രീതിയിൽ ഇത് കിട്ടാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കും. ഒന്നുകിൽ ഓഫ് വയ്ക്കുക, അല്ലെങ്കിൽ അപ്പോസ്ട്രോഫി ഇട്ട് എസ് ഇട്ടാലും ഇതേ അർത്ഥം തന്നെയാണ് കിട്ടുന്നത്. ഈ വാക്കുകൾ നോക്കാം. ലെഗ് ഓഫ് ദ ചെയർ, കസേരയുടെ കാല്. ലെഗ്, കസേരയുടെ കാല്. ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ലെഗ് ഓഫ് ദ ചെയർ, കസേരയുടെ ഉടെ. ഓക്കെ, ഇത് പക്ഷേ ഇതുപോലെ പറയില്ല. ചെയേഴ്സ് ലെഗ് അങ്ങനെ പറയില്ല. ഇംഗ്ലീഷില് ജീവനില്ലാത്തവ അത് ഇതുപോലെ പറയില്ല. ഇങ്ങനെ ഓഫ് വെച്ച് പറയൂ. ജീവൻ ഉള്ളവയാണെങ്കിൽ ഓഫ് വെച്ചും പറയാം, അപ്പോസ്ട്രോഫി എസ് ഇട്ടും പറയും. ഓക്കെ, ഡോർ ഓഫ് ദ ഹൗസ്, വീടിന്റെ വാതിൽ. ഡോർ ഓഫ് ദ ഹൗസ്, ഹൗസസ് ഡോർ എന്ന് ഇവിടെ പറയില്ല. ഇത് ജീവനില്ലാത്ത സാധനങ്ങളാണ്, അതുകൊണ്ട് ഹൗസ് ഡോർ എന്ന് പറയില്ല. ഹൗസ് അപ്പോസ്ട്രോഫി എസ് ഇട്ട് പറയില്ല. ഓക്കെ, ലീവ്സ് ഓഫ് ദ ട്രീ, മരത്തിന്റെ ഇലകൾ. ലീവ്സ് ഓഫ് ദ ട്രീ, മരത്തിന്റെ ഇലകൾ. ഇവിടെയും ട്രീസ് ലീവ്സ് എന്ന് പറയില്ല. ഈ രീതിയിൽ പറയാവൂ. നായയുടെ വാല് എങ്ങനെ പറയും? ടെയിൽ ഓഫ് ദ ഡോഗ്, ടെയിൽ ഓഫ് ദ ഡോഗ്, നായയുടെ വാല്. അല്ലെങ്കിൽ ഡോഗ്സ് ടെയിൽ എന്നും പറയാം, ഡോഗ്സ് ടെയിൽ എന്നും പറയാം. കാരണം ജീവനുള്ളതാണ് നായ. ഓഫിന്റെ ആദ്യത്തെ ഉപയോഗം ഇതാണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എപ്പോഴും ചെയ്യുന്ന പോലെ മലയാളം ആദ്യം പറയണം. ഞാൻ രാജുവിന്റെ വീട്ടിൽ പോയി. ഐ വെന്റ് ടു ദ ഹൗസ് ഓഫ് രാജു, അല്ലെങ്കിൽ ഐ വെന്റ് ടു രാജുസ് ഹൗസ്, ഐ വെന്റ് ടു രാജുസ് ഹൗസ്. ഇവിടെ സബ്ജക്റ്റ് ഒക്കെ മാറ്റി നമുക്ക് പറയാം. ഹി വെന്റ്, ഷീ വെന്റ്, ദേ വെന്റ്, വി വെന്റ്, സ്റ്റുഡൻസ് വെന്റ്.
അങ്ങനെ സബ്ജക്റ്റ് ഒക്കെ മാറ്റി പറയണം. അതുപോലെ ഈ ടെൻസ് നേരത്തെ പഠിച്ചതുണ്ടല്ലോ, ഐ ഗോ ടു രാജുസ് ഹൗസ്, ഞാൻ രാജുവിന്റെ വീട്ടിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ ഐ ഗോ ടു ദ ഹൗസ് ഓഫ് രാജു. ആ രീതിയിലൊക്കെ മാറ്റി മാറ്റി പറഞ്ഞ് പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. പഴയ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഉപയോഗമാണ് ഇൽ എന്നുള്ള ഉപയോഗം, അല്ലെങ്കിൽ ഇൽ നിന്ന്. വാചകം നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ഇൽ നിന്നുള്ളത് കണ്ടിട്ടുണ്ട്. ഫ്രം എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ ഇൽ നിന്നെന്ന് കണ്ടു. അതിൽ നിന്ന് വ്യത്യാസമാണ് ഈ ഇൽ നിന്ന്. ഇവിടെ നോക്കിയാൽ നമുക്കിത് വ്യക്തമാകും. ഈ ഉപയോഗം കാണുകയാണ്. സം ഓഫ് അസ്, സം ഓഫ് അസ്, നമ്മളിൽ ചിലർ, നമ്മളിൽ ചിലർ. സം ഓഫ് അസിന്റെ അർത്ഥം എന്താണ്? നമ്മളിൽ, നമ്മളിൽ, അല്ലെങ്കിൽ നമ്മിൽ ചിലർ. അതല്ല എങ്കിൽ നമ്മിൽ നിന്ന് ചിലർ, അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മിൽ നിന്ന് ചിലർ. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സം ഓഫ് അസ്, നമ്മളിൽ ചിലർ. മെനി ഓഫ് അസ്, മെനി ഓഫ് അസ്, നമ്മളിൽ ധാരാളം പേർ, നമ്മളിൽ ധാരാളം പേർ. ഈ രീതിയിലാണ് കാണേണ്ടത്. ഓക്കെ, മോസ്റ്റ് ഓഫ് അസ്, മോസ്റ്റ് ഓഫ് അസ്, നമ്മളിൽ മിക്കവരും, നമ്മളിൽ മിക്കവരും, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് മിക്കവരും, നമ്മിൽ നിന്ന് മിക്കവരും. മോസ്റ്റ് ഓഫ് അസ്. അടുത്തത് വൺ ഓഫ് അസ്, വൺ ഓഫ് അസ്, നമ്മളിൽ നിന്ന് ഒരാൾ, അല്ലെങ്കിൽ നമ്മളിൽ ഒരാൾ, നമ്മളിൽ ഒരാൾ ഇവിടെ ഉണ്ടായിരിക്കണം. വൺ ഓഫ് അസ് ഷുഡ് ബി ഹിയർ, വൺ ഓഫ് അസ് ഷുഡ് ബി ഹിയർ. ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സം ഓഫ് അസ്, മെനി ഓഫ് അസ്, മോസ്റ്റ് ഓഫ് അസ്, വൺ ഓഫ് അസ്, ടു ഓഫ് അസ്, നമ്മളിൽ നിന്ന് രണ്ടുപേർ, ടു ഓഫ് അസ്, നമ്മളിൽ നിന്ന് രണ്ടുപേർ അവിടെ പോകണം. ടു ഓഫ് അസ് ഷുഡ് ഗോ ദർ, ടു ഓഫ് അസ് ഷുഡ് ഗോ ദർ. ഈ രീതിയിൽ വാചകങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കണം. നമ്മൾ ധാരാളം വാചകങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഇവയെല്ലാം സബ്ജക്റ്റ് ആയിട്ട് വയ്ക്കാൻ പറ്റും. ഇത് നോക്കാം. സം ഓഫ് യു, നിങ്ങളിൽ ചിലർ. മെനി ഓഫ് യു, നിങ്ങളിൽ ധാരാളം പേർ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ധാരാളം പേർ. മോസ്റ്റ് ഓഫ് യു, മോസ്റ്റ് ഓഫ് യു, നിങ്ങളിൽ നിന്ന് മിക്കവരും, അല്ലെങ്കിൽ നിങ്ങളിൽ മിക്കവരും. വൺ ഓഫ് യു, നിങ്ങളിൽ നിന്ന് ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ. ടു ഓഫ് യു, നിങ്ങളിൽ രണ്ടുപേർ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് രണ്ടുപേർ. ത്രീ ഓഫ് യു, നിങ്ങളിൽ നിന്ന് മൂന്ന് പേർ. ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇത് വെച്ച് നോക്കാം. സം ഓഫ് ദം, അവരിൽ ചിലർ, അല്ലെങ്കിൽ അവരിൽ നിന്ന് ചിലർ. മെനി ഓഫ് ദം, അവരിൽ നിന്ന് ധാരാളം പേർ. മോസ്റ്റ് ഓഫ് ദം, അവരിൽ നിന്ന് മിക്കവരും, അല്ലെങ്കിൽ അവരിൽ മിക്കവരും. വൺ ഓഫ് ദം, അവരിൽ ഒരാൾ, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരാൾ. ഇത് പ്രാക്ടീസ് ചെയ്യണം, വാചകമാക്കി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, സം ഓഫ് ദ ബുക്സ്, പുസ്തകങ്ങളിൽ ചിലത്. ചിലർ എന്ന് പറയില്ല, ജീവനില്ലാത്തത് കൊണ്ട് ചിലത്, പുസ്തകങ്ങളിൽ ചിലത്. സം ഓഫ് ദ ബുക്സ് ആർ ഗുഡ്, പുസ്തകങ്ങളിൽ ചിലത് നല്ലവയാണ്. മെനി ഓഫ് ദ ബുക്സ് ആർ ഗുഡ്, പുസ്തകങ്ങളിൽ ധാരാളം നല്ലവയാണ്, പുസ്തകങ്ങളിൽ ധാരാളം നല്ലവയാണ്. വൺ ഓഫ് ദ ബുക്സ് ഈസ് ഗുഡ്, വൺ ഓഫ് ദ ബുക്സ് ഈസ് ഗുഡ്, പുസ്തകങ്ങളിൽ ഒരെണ്ണം നല്ലതാണ്. ടു ഓഫ് ദ ബുക്സ് ആർ ഗുഡ്, ടു ഓഫ് ദ ബുക്സ് ആർ ഗുഡ്, പുസ്തകങ്ങളിൽ രണ്ടെണ്ണം നല്ലതാണ്. ഇവിടെ വൺ എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഉള്ളൂ, അതുകൊണ്ടാണ് ഈസ് വെച്ചത്. ടു എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ട്, രണ്ടെണ്ണം ഉണ്ട്, അതുകൊണ്ടാണ് ആറ് വെച്ചത്. വൺ ഓഫ് ദ ബുക്സ് ഈസ് ഗുഡ്, ടു ഓഫ് ദ ബുക്സ് ആർ ഗുഡ്. ആ രീതിയിൽ പറയണം. ഇത് എളുപ്പമാണ്, പക്ഷെ വാചകങ്ങൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് സംസാരിക്കുമ്പോൾ എളുപ്പത്തിൽ വരികയുള്ളൂ. ഓഫിന്റെ മൂന്നാമത്തെ ഉപയോഗമാണ് കുറിച്ച്, കുറിച്ച് എന്ന്. ഇത് വാചകം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. He spoke of his life, he spoke of his life. അവൻ സംസാരിച്ചു എന്തിനെ കുറിച്ച്? ഓഫ് ഹിസ് ലൈഫ്, അവന്റെ ജീവിതത്തെ കുറിച്ച്, ജീവിതത്തെ കുറിച്ച്, അവന്റെ ജീവിതത്തെ കുറിച്ച് അവൻ സംസാരിച്ചു. ജീവിതത്തെ കുറിച്ച്, ഓഫ് ഹിസ് ലൈഫ്, അവന്റെ ജീവിതത്തെ കുറിച്ച്, ഓഫ് ഹിസ് ലൈഫ്. ഇവിടെ ഓഫിന് കുറിച്ച് എന്നുള്ള അർത്ഥമാണ് ഉള്ളത്. He spoke of his son, he spoke of his son, അവന്റെ മകനെ കുറിച്ച് അയാൾ സംസാരിച്ചു. He spoke of his family, അവന്റെ കുടുംബത്തെ കുറിച്ച് അയാൾ സംസാരിച്ചു, അല്ലെങ്കിൽ അവൻ സംസാരിച്ചു. He spoke of his problems, he spoke of his problems, അവന്റെ പ്രശ്നങ്ങളെ കുറിച്ച് അവൻ സംസാരിച്ചു. ഇവിടെ ഓഫിന് എന്താണ് അർത്ഥം? കുറിച്ച് എന്നുള്ള അർത്ഥമാണ്. I spoke of his book, I spoke of his book, അവന്റെ പുസ്തകത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചു. ഈ രീതിയിൽ ഓഫ് ഉപയോഗിക്കും. അപ്പോൾ അതിന്റെ അർത്ഥം കുറിച്ച് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അർത്ഥമാണ്
ഇന്ന് നമ്മൾ കണ്ടത് ഓഫിന്റെ പ്രധാനപ്പെട്ട 3 ഉപയോഗങ്ങളാണ്. ഇന്റെ, ഉടെ, മറ്റൊന്ന് ഇൽ അല്ലെങ്കിൽ ഇൽ നിന്ന്, മൂന്നാമത് കുറിച്ച്. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നിങ്ങൾ വാചകങ്ങൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യണം. ഇവയെല്ലാം പ്രത്യേകിച്ച് പഠിക്കണം. വളരെയധികം ഉപയോഗിക്കുന്നതാണ് ഇംഗ്ലീഷിൽ. നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. ഈ 4 ഫോംസ് അറിഞ്ഞിരിക്കണം. കുറച്ച് വെർബ്സ് എല്ലാ ദിവസവും പഠിക്കുക. പുതിയ വെർബ്സ് പഠിക്കുക. ഇംഗ്ലീഷ് ഭാഷയിലെ പുതിയ വാക്കുകൾ, ഉച്ചാരണം, അർത്ഥമൊക്കെ പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം. എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്.
അത് നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ അവസാനത്തേതും ആയ 16ാമത്തെ ലിസ്റ്റാണ്. നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ വെർബിന്റെ ഫോംസില് 4 ഫോംസ് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവ അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനോ എഴുതാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവ പഠിക്കണം നിർബന്ധമായിട്ടും. മറ്റൊന്നുള്ളത് ഇംഗ്ലീഷിലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും ഒരേപോലെയാണ് ഉച്ചാരണത്തിലും സ്പെല്ലിങ്ങിലും. അർത്ഥം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കുക. പിന്നെ പ്രസന്റ് ഫോമിന് പ്ലൂരലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. ആദ്യം കൊടുത്തിട്ടുള്ളത് പ്ലൂരലാണ്. എസ് അല്ലെങ്കിൽ എസ് ഒക്കെ ഉള്ളതാണ് സിംഗുലർ. അർത്ഥം ഒന്ന് തന്നെയാണ്. തുടങ്ങാം. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, സിംഗ്, സാങ്, സങ്, swim, swam, swum, ring, rang, rung, sing, sang, sung, shrink, shrank, shrunk, swing, sprang, sprang. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ് സ്പെല്ലിങ്ങും ഉച്ചാരണം ഒക്കെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പഠിക്കണം. ഒത്തിരി ഉപയോഗിക്കുന്നതാണെന്ന് ഓർക്കുക. ഇനിയുള്ള വെർബുകളൊക്കെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അവ കാണാം. ബാങ്ക്, ബാങ്ക്ഡ്, ബാങ്ക്ഡ്, complete, completed, completed, comb, combed, combed, close, closed, closed, crush, crushed, crushed, curl, curled, curled, fold, folded, folded, itch, itched, itched, need, needed, needed, object, objected, objected, obtain, obtained, obtained, order, ordered, ordered, peck, pecked, pecked, perform, performed, performed, permit, permitted, permitted, please, pleased, pleased, possess, possessed, possessed, pour, poured, poured, provide, provided, provided, release, released, released, rely, relied, relied, surround, surrounded, surrounded. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ്. അതുകൊണ്ട് ഇവ നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കുക, അർത്ഥമൊക്കെ പഠിക്കണം. ചില വെർബുകളില് നമ്മൾ കാണുന്ന പോലെ സിംഗുലർ ഉണ്ടാക്കുമ്പോൾ IS എന്നൊക്കെ ചേർത്തിട്ടുണ്ടാകാം. അല്ലെ പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോൾ ഡബിൾ അല്ലെ ചില ലെറ്റേഴ്സ് അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. ചിലപ്പോൾ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പം നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.